നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനത്തിന് പിന്നാലെ അറബ് രാഷ്ട്രങ്ങളിൽ പ്രതീക്ഷയുടെ വാർത്തകൾ നൽകിയ യുഎഇയും കടുത്ത തീരുമാനത്തിലേക്ക് കടക്കുന്നു. ലോക്ക്ഡൌണിന് പിന്നാലെ സന്ദർശക വിസയ്ക്കും മടങ്ങിപ്പോയ പ്രവാസികളെ തിരികെ വിളിച്ചും പുത്തൻ ഉണർവുകൾ നൽകി യുഎഇക്ക് ഇതെന്ത് സംഭവിച്ചു എന്ന ആശങ്കയിലാണ് പ്രവാസികൾ. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ പാകിസ്ഥാൻ അടക്കമുള്ള 12 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് പുതിയ സന്ദർശക വിസ നൽകുന്നത് താൽക്കാലികമായി നിർത്തിവെച്ചതായി റിപ്പോർട്ടുകൾ. പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയമാണ് ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. കോവിഡ്-19 രണ്ടാം ഘട്ട തരംഗവുമായി ബന്ധപ്പെട്ടാണ് യുഎഇയുടെ പുതിയ തീരുമാനമെന്നാണ് കരുതുന്നതെന്ന് പാക് വിദേശകാര്യ മന്ത്രാലയ വക്താവ് സാഹിദ് ഹഫീസ് ചൗധരി പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് യുഎഇ അധികൃതരിൽ നിന്നും ഔദ്യോഗിക സ്ഥിരീകരണം തേടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ ഇതിനോടകം നൽകിയ സന്ദർശക വിസകളിൽ സസ്പെൻഷൻ ബാധകമല്ലെന്നും വിദേശകാര്യ ഓഫീസ് അറിയിച്ചു. ബിസിനസ് വിസ, ടൂറിസ്റ്റ് വിസ, ട്രാൻസിറ്റ് വിസ, സ്റ്റുഡന്റ് വിസ എന്നിങ്ങനെ പലതരത്തിലുള്ള യുഎഇ വിസകളിൽ ഏതിനാണ് പുതിയ നടപടി ബാധകമെന്ന് ആദ്യം വ്യക്തമാക്കിയിരുന്നില്ല. പാകിസ്ഥാന് പുറമെ തുർക്കി, ഇറാൻ, യമൻ, സിറിയ, ഇറാഖ്, സൊമാലിയ, ലിബിയ, കെനിയ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലുള്ള ആളുകൾക്ക് വിസ നൽകുന്നതാണ് യുഎഇ സർക്കാർ താൽക്കാലികമായി നിർത്തിവെച്ചത്. ജൂണിൽ പാകിസ്ഥാനിൽ കൊറോണ കേസുകൾ കുതിച്ചുയർന്ന സാഹചര്യത്തിൽ ജൂലൈ വരെ ഇവിടേക്കുള്ള പാസഞ്ചർ സർവീസുകൾ യുഎഇ എയർലൈൻസായി എമിറേറ്റ്സ് നിർത്തലാക്കിയിരുന്നു. എമിറേറ്റ്സ് വിമാനത്തിൽ ഹോങ്കോങ്ങിലെത്തിയ 30ഓളം പാകിസ്ഥാനികൾക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചതിനെ തുടർന്നായിരുന്നു ഈ തീരുമാനം കൈക്കൊണ്ടത്. പിന്നീട് ജൂലൈ 3 എയർലൈൻ സർവീസുകൾ പുനരാരംഭിച്ചിരുന്നു. കഴിഞ്ഞ ഓഗസ്റ്റിൽ പാകിസ്ഥാനിലേക്കും കൊറോണ വൈറസ് ഹൈ റിസ്ക് വിഭാഗത്തിൽപ്പെട്ട മറ്റു 30 രാജ്യങ്ങളിലേക്കുമുള്ള വാണിജ്യ വിമാന സർവീസുകൾ കുവൈറ്റും നിർത്തിയിരുന്നു. കഴിഞ്ഞ മാസം അവസാനം മുതൽ കൊറോണ കേസുകളിൽ കനത്ത വർധനവാണ് പാകിസ്ഥാനിൽ രേഖപ്പെടുത്തിയത്. കറാച്ചി, ലാഹോർ, ഇസ്ലാമാബാദ്, ഫൈസലാബാദ്, ഹൈദരാബാദ് തുടങ്ങിയ പ്രധാന നഗരങ്ങളെ രണ്ടാം തരംഗം സാരമായി ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു. രാജ്യത്ത് ഇതുവരെ 36,03,380 പേരെ ബാധിക്കുകയും 7,230 പേരുടെ മരണത്തിന് കാരണമാവുകയും ചെയ്ത കൊറോണ വൈറസിന്റെ വ്യാപനം തടയുന്നതിനായി ഒരു രാഷ്ട്രമായി പ്രവർത്തിക്കാൻ പാക് പ്രധാനമന്ത്രി ഇമ്രാൻ ഖാൻ തിങ്കളാഴ്ച ജനങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.